പ്രിയമുള്ളവരെ, ഇന്നലെ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത ശ്രദ്ധിച്ചു. ഹജ്ജ് കർമ്മത്തിന് പോയിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് 1000-ൽ ചില്ലുവാനം ആളുകൾ അവിടെ ചൂടുകൊണ്ട് മരിച്ചതായിട്ട്. ദൈവാന്വേഷണത്തിന് പോയിട്ടുള്ള സന്ദർഭത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതു മതത്തിൽപ്പെട്ടവരായാലും എപ്പോഴാണോ അവരവരുടെ ജീവൻ പിരിയാനുള്ളത് ആ സമയത്ത് കൃത്യമായിട്ടും പിരിഞ്ഞിരിക്കും. ഇതെന്തിനാണ് എപ്പോഴും പറയുന്നത്? ആ ഓർമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നത്. ആ പിരിയുന്ന സമയത്ത് നമ്മൾ നേടേണ്ടത് നേടിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഓരോ നിമിഷവും ഉറപ്പിച്ചു കൊള്ളണം. എന്താ നേടേണ്ടതായിട്ടുള്ളത്? ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സദാ ആ ബോധനിലയിൽ നിങ്ങളിരിക്കുന്നുണ്ടോ? നിങ്ങളെ ഇരുത്തിയിട്ടുണ്ടോ? അതാണ് ആവശ്യം. ആ നില നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്ന അവസരത്തിൽ ഏതു നിമിഷവും ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയാം. പിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും ജനിക്കേണ്ടി വരുന്നത് ഏത് തരത്തിലായിരിക്കും? മനുഷ്യ ശരീരത്തിൽ തന്നെ ഉടനെ ജനിക്കണമെന്നില്ല. ഇനി മനുഷ്യജന്മത്തിലേക്ക് വരണമെങ്കിൽ എത്രയോ ശരീരങ്ങളിൽ കൂടി കടന്നു വേണം. പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടുമൊക്കെ എത്രയോ ശരീരങ്ങളിൽ കൂടി കടന്നിട്ട് വേണം നമുക്ക് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാനുള്ളത്. കാരണം അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മിലെ കർമ്മഫലം. നമ്മിൽ ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഞ്ചിത അനുസാരമാണ് ഓരോരോ ജന്മങ്ങളിലേക്കും നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇനിയും ഇതുപോലെ നാനാവിധത്തിലുള്ള ശരീരങ്ങളിൽ കൂടി ജനിമൃതികളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരം അതിനുള്ളതാണ്. ആ അവസരത്തിൽ ഓരോരുത്തരും തിരിച്ചറിവോടുകൂടി വളരെ നിസ്സാരം ആധ്യാത്മികത എന്ന് പറയുന്നത്, വേദാന്തമെന്ന് പറയുന്നത് വളരെ നിസ്സാരം. വേദാന്തമെന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും എന്താ കടുകട്ടി നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ പ്രത്യേകം ആളുകൾക്കുള്ളതാണ്. അല്ല, സാധാരണ ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള സർവ്വ ആളുകൾക്കും പച്ചവെള്ളം പോലെ കുടിച്ച് ഇറക്കാവുന്നുള്ളതാണ് വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദത്തിൻ്റെ അന്ത്യഭാഗം, ഉപനിഷത്ത് ഭാഗം, അറിവ്. എന്താ അറിവ്? നിസ്സാരം. ഞാനെന്ന് പറയുന്നത് ഈ നശ്വരമായ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വരമായ സാക്ഷി ചൈതന്യം. ഇത്രയേ ഉള്ളൂ. വേദാന്തം തീർന്നു. ഇതിനെയാണ് ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, കട്ടിയാണ്. എങ്ങനെ കട്ടിയാകുന്നത്? ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ സദാസമയവും തൻ്റെ ശ്രദ്ധയെ ആ നിലയിലേക്ക് ഉയർത്തി നിർത്തുന്നത്, എപ്പോഴും ആ ബോധം നിങ്ങളുടെ ഉള്ളിൽ സദാ നിലനിൽക്കണം. ഇതാണ് നിങ്ങൾ ഇതുവരെ ഇവിടെ എത്രയോ പ്രഭാഷണങ്ങൾ നടന്നിരിക്കുന്നു. ആ പ്രഭാഷണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു കാര്യം മാത്രം. വേറെ എന്ത് പറയാനാണ്? വേറെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം അറിഞ്ഞാലും അതിനൊന്നും ഒരു വിലയുമില്ല. അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ
കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഔസേപ്പോ ബഷീറോ അല്ല, പിന്നെ നാമരൂപരഹിതമായ ആ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. വേദത്തിൻ്റെ അന്ത്യം, വേദാന്തം എന്താ? തത് ത്വമസി, നീ അതാകുന്നു. ഇതല്ല ഏത്? ഈ നാമരൂപധാരിയായ നീ അല്ല നിന്നിലെ യഥാർത്ഥ നീ. നിന്നെയും കണ്ടുകൊണ്ട് നിൻ്റെ ശരീരത്തിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ആത്മചൈതന്യം, തത് ത്വമസി. ഇതാർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? നിങ്ങളുടെ ജീവിതചര്യകളിൽ ഒരു മാറ്റവും വരുത്തണ്ട. എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് ജീവിതചര്യകളിലൊന്നും മാറ്റം വരുത്താനൊക്കില്ല. കാരണം എന്താ? പ്രാരബ്ധാനുസാരം അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീർക്കണം. അത് സ്വാമിയായാലും ശരി, ആസാമിയായാലും ശരി, രാജാവായാലും ശരി, പ്രജയായാലും ശരി, മന്ത്രിയായാലും ശരി, ആരായാലും ശരി, അവരവരുടെ കർമ്മഫലാനുസാരം, പ്രാരബ്ധ കർമാനുസാരം ഈ ജീവിതം തുടങ്ങിയ ആരംഭം മുതൽ അവസാനിക്കുന്നതുവരെ ഒരസ്ത്രം നമ്മൾ പ്രയോഗിച്ചാൽ, അമ്പിൽ നിന്ന് തൊടുത്ത് ഒരസ്ത്രത്തെ വിട്ട് കഴിഞ്ഞാൽ ആ പിടിവിട്ട അസ്ത്രത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് കൊള്ളേണ്ട സ്ഥലത്ത് ചെന്ന് കൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ മാത്രമേ അതിൻ്റെ പ്രയാണം അവസാനിക്കുകയുള്ളൂ. അതുപോലെ നമ്മളും ഈ ശരീരത്തിലേക്ക് ഇറങ്ങി ജീവിതം ആരംഭിച്ചിരിക്കുന്ന ആ നിമിഷം മുതൽ ഇനി അവസാനിക്കുന്ന നിമിഷം വരെ, ഈ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പിരിയുന്നതുവരെ എന്തെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം. ഇതിനിടയിലാണ് ആ മോക്ഷം നേടാനുള്ളത്. എന്താ മോക്ഷം? ഈ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന അവസരത്തിൽ ഏത് നിലയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നില. ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നില ഉണ്ടാകണമെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചിരിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. ഇത് ഗുരുമുഖത്തു നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കുന്ന അറിവ് നിങ്ങളുടെ ഉള്ളിൽ സ്വാംശീകരിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ അറിവിലേക്ക്, ബുദ്ധിയിലേക്ക് അത് ഉയർത്തണം. ആദ്യം ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാനതു തന്നെ. നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? നീ ഇതല്ല, ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല നീ. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല നീ. നായരോ ഈഴവനോ ഒന്നുമല്ല നീ. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല നീ. പിന്നെയോ നാമരൂപരഹിതമായ ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നില്ലേ? ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തി. അത് അമേരിക്കയിലായാലും ശരി, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളോടൊപ്പം ഈ നമ്മുടെ സത്സംഗത്തിനൊക്കെ നിരന്തരമായിട്ട് വന്നിരുന്ന ഒരു മണികണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സത്സംഗത്തിനും 40 വർഷമായിട്ട് നമ്മുടെ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. 10-30 വർഷമായിട്ട് നിരന്തരം തിരുവണ്ണാമലയ്ക്ക് വന്നിരുന്നയാളായിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം തിരുവണ്ണാമലയിൽ പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കാനഡയിലാണ്. അപ്പോൾ കാനഡയിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയെയും കൂടെ തിരുവണ്ണാമലയിൽ നിന്ന് വന്നതിന് ശേഷം കാനഡയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പൊക്കെ നൽകി, ഒരു ചായ സൽക്കാരമൊക്കെ നടത്തി ആണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ ഒരു രോഗം ബാധിച്ചു. അവിടെ വെച്ച്
അദ്ദേഹത്തിന് ശരീരം വെടിയേണ്ടി വന്നു. ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഏതവസരത്തിലാണ് ശരീരം വെടിയേണ്ടത്, എവിടെ വെച്ചാണ് വെടിയേണ്ടത്? ഇന്ത്യയിൽ ജീവിച്ച ആളാണ്. ആ ശരീരം വെടിഞ്ഞത് എവിടെയാ? കാനഡയിൽ വെച്ച്. പെട്ടെന്നാണ് സംഭവിച്ചത്. ഇതെന്തിനാ പറയുന്നത്? ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വച്ച് പറയുമായിരുന്നു, മകനോട് പറയുമായിരുന്നു, അവിടെ ഒറ്റയ്ക്കായിപ്പോയി, ആശുപത്രിയിലായിപ്പോയി, അവിടെ കിടന്ന് പറയുമായിരുന്നു, സ്വാമിയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. കാരണം സ്വാമിയിൽ നിന്ന് കേട്ടിട്ടുള്ള ആ സത്സംഗം, നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സത്സംഗം 40 കൊല്ലമായിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ ദിവസവും വൈകുന്നേരം സത്സംഗമുണ്ടായിരുന്നു. എല്ലാത്തിലും പങ്കെടുക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം കേട്ട് 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 ഈ അറിവിൽ സ്ഥിരത നേടിയിട്ടുള്ളയാളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കാനഡയിൽ അവിടെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാവന ഇതുമാത്രമായിരുന്നു. അദ്ദേഹം ശരീരം വെടിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ നിലയിലേക്ക് അദ്ദേഹം ഉയർന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, എവിടെയായിരുന്നാലും കാനഡയിൽ വെച്ച് ശരീരം വെടിഞ്ഞ ആ ആളിന് മോക്ഷം കിട്ടിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്തുകൊണ്ട്? ഇനി അദ്ദേഹം പുനർജനിക്കുകയില്ല. ആ മരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു അവിടെ വെച്ച് മകനോട്. അതുപോലെ മഹാഭാഗ്യവാൻ, അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഉള്ളിൽ ആ ഭാവം സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കണം, സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാ സ്ഫുരിക്കേണ്ടത്? ദേഹോനാഹം അഹം ദേഹി. ശരീരമല്ല ഞാൻ, പിന്നെ ദേഹത്തിലിരിക്കുന്ന ദേഹി. ദേഹീനാഹം അഹം ദേഹി ദേഹസാക്ഷി ഇതി നിശ്ചയാത്. ദേഹസാക്ഷി, ആ സാക്ഷി ചൈതന്യം ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, നിങ്ങളുടെ ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഗാഠനിദ്രയിൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങാതെ ഉണർവുമയനായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് 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 ബോധിച്ച് സദാ നിരന്തരം ഭാവന ചെയ്യണം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത്. നിധിധ്യാസനം എന്താ? മനനം നിരന്തരമായിട്ട് തുടരുമ്പോൾ അത് ഉറയ്ക്കുന്ന നില, അതാണ് നിധിധ്യാസനം. ആദ്യം ശ്രവണം, നിരന്തരമായിട്ട് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച കേൾക്കുമ്പോൾ മാത്രം ഉണ്ടായാൽ പോരാ, അടുത്ത ഞായറാഴ്ച ഇവിടെ വരുന്നത് വരെ സദാസമയവും അതാണ് ആ മന്ത്രം. സോഹം 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 സഹ. ബാക്കി എല്ലാ മന്ത്രങ്ങളും കളഞ്ഞേക്കൂ. ബാക്കി എല്ലാ മന്ത്രങ്ങളും എന്തുകൊണ്ടാണ് കളയാൻ പറയുന്നത്? നിങ്ങൾക്ക് ലൗകികത്തിൽ നിന്ന് എന്തെങ്കിലും ദേവതകളിൽ നിന്നൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ട. അതിനെ പിടിച്ചു വെച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ ദേവതയെ ഉപാസിച്ചാൽ, ഉപാസനയൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പറഞ്ഞിട്ടാകട്ടെ. ദേഹോനാഹം അഹം ദേഹി ദേഹസാക്ഷി ഇതി നിശ്ചയാത് ജന്മം മൃത്യു പ്രഹീണോ അഹം. ജന്മം മൃത്യു ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. ഇത് വേദാന്ത ഡിണ്ടിമഹ, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം.
ഒരുപാട് വേദാന്ത ഡിണ്ടിമ ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം എന്താ? അഹം സാക്ഷി. അതല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും സദാ ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തിയിരിക്കണം. സർവകർമ്മങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വീട്ടിൽ പാത്രം തേച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ഈ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ. ഈ മന്ത്രം ചൊല്ലാൻ അറിഞ്ഞൂടല്ലോ സ്വാമി, മന്ത്രം ചൊല്ലേണ്ട കാര്യമില്ല. ആ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഭാവം നിങ്ങൾ ബോധിച്ചാൽ മാത്രം മതി. ഭാവഗ്രാഹി ജനാർദ്ദന. മന്ത്രം ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അതിനാണ് ചുരുങ്ങിയ മന്ത്രം പറഞ്ഞിരിക്കുന്നത്. എന്താ? സഹ അഹം സോഹം. അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. സോഹം അല്ലെങ്കിൽ ശിവോഹം, ശിവം, ആ മംഗളസ്വരൂപം. ശിവോഹം. പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ശരി, മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായാലും ശരി, ഉച്ചത്തിലൊന്നും പറയണ്ട. ഉച്ചത്തിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തല്ലുകൊണ്ടെന്ന് വരും, ഇല്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ള വീടാണ്, മക്കളും ഒക്കെ ഉള്ള വീടാണ്. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സംസാരം വരും. നിൻ്റെ ഭാര്യ മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ചുണ്ടരങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്തോ പറയുന്നുണ്ട്, നിന്നെ പള്ളു പറയുന്നതാണ്. അവർ മന്ത്രം ചൊല്ലുന്നതാണ്. അപ്പോൾ അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കത്തക്കവണ്ണം ഉപാംശുവായിട്ട് മാനസികമായിട്ട് ചൊല്ലാൻ ശീലിക്കണം. മനസ്സുകൊണ്ട് ചൊല്ലണം. സോഹം. മനസ്സുകൊണ്ട് ചൊല്ലുന്ന ആ ശീലമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ട് ശബ്ദത്തിൽ മന്ത്രരൂപേണ ചൊല്ലണം. അതിനുശേഷം ഉപാംശുവായിട്ട് ചുണ്ടനക്കിക്കൊണ്ട് ചൊല്ലണം. അതിനുശേഷം മാനസികമായിട്ട് ചൊല്ലി അത് സ്വാഭാവികമായി തീരണം. അപ്പോൾ എവിടെയും പോയാൽ നമ്മൾ അത് അജപാമന്ത്രം പോലെ ആയിത്തീരും. അജപാമന്ത്രം ജപിക്കാതെ ജപിക്കുന്ന മന്ത്രം നമ്മുടെ ഉള്ളിൽ അത് സദാ ജപിച്ചുകൊണ്ടിരിക്കും. സ്വാമി രാമയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അജപാമന്ത്രം എങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പൂരൺ സിംഗ് കടന്നു വന്നപ്പോൾ ആ മുറിക്കകത്ത് മന്ത്രജപം മുഴങ്ങുന്നു, രാമമന്ത്രം മുഴങ്ങുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ സ്വാമി രാമ അവിടെ കിടന്നുറങ്ങുകയാണ്. പിന്നെ ഈ മന്ത്രം എങ്ങനെയാണ് മുഴങ്ങുന്നത്? ആ സുഹൃത്ത് പൂരൺ സിംഗ് അദ്ദേഹത്തിൻ്റെ അടുത്തൂടെ പോയി അദ്ദേഹം ഉറങ്ങുകയാണ്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? അടുത്ത മുറിയിലൊക്കെ ചെന്ന് നോക്കി, എല്ലാ മുറിയിലും ചെന്ന് നോക്കി, ഇപ്പം ആരുമില്ല. എങ്കിലും മന്ത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഈ മന്ത്രം വരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മന്ത്രത്തിൻ്റെ ധ്വനി കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തിൽ നിന്നായിരിക്കാം ഈ ശബ്ദം വരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ് ആ മന്ത്രധ്വനി മുഴങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ മന്ത്രം അജപാരൂപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കാരണം ജപിച്ച് അത് സ്വാഭാവിക നിലയിലേക്ക് ആയിത്തീരും. അതാണ് അജപാമന്ത്രം. ജപിക്കാതെ ജപം നടക്കും. ശരീരം തന്നെ അത് ഏറ്റെടുക്കും. നമ്മുടെ ശരീരത്തിൽ ഏത് പ്രകാരമാണോ രക്തപ്രവാഹം സ്വാഭാവികമായിട്ട് നടക്കുന്നത്, ശ്വാസോച്ഛ്വാസം ഏതു പ്രകാരമാണോ സ്വാഭാവികമായിട്ട് നടക്കുന്നത്, നമ്മളെല്ലാം ശ്വാസം എടുക്കുന്നതും വിടുന്നതും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നു. നമ്മളെടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ മറന്നുപോയാൽ വെടി തീരും, അല്ലേ? ഒരു പ്രാവശ്യം എടുക്കാൻ മറന്നുപോയാൽ എന്താ അവസ്ഥ? നമുക്ക് മറവി ഒരുപാട് കാര്യങ്ങളിലുണ്ടല്ലോ. ഒരു പ്രാവശ്യം എടുക്കാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്തോ ആണ്, തീർന്നു. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അതൊക്കെ ദൈവഗത്യ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഈശ്വരനിലും തെറ്റുപറ്റില്ല എന്നൊക്കെ ചോദിക്കും. ഒരാൾ ഒരു ദിവസം ഒരു മരത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് അയാളിങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഒരു ഇത്രയും വണ്ണമുള്ള ഒരു വള്ളിയിൽ ഒരു മത്തങ്ങ കായ്ച്ചു കിടക്കുന്നു. 3-4 മത്തങ്ങകൾ, വലിയ വലിപ്പത്തിലുള്ള മത്തങ്ങകൾ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നു. ഇയാൾ കിടക്കുന്നത് ഒരു വലിയ ആൽമരത്തിൻ്റെ കീഴിലായിരുന്നു. ഇയാൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഇദ്ദേഹം വെറുതെ ഒന്ന് ചിന്തിച്ചു. ഈശ്വരന് തെറ്റുപറ്റിയതാകാം. ഇത്രയും വലിയ മരത്തിൽ ഇത്രയും ചെറിയ കായ്, ആലിൻ്റെ കായ് വളരെ ചെറുതല്ലേ, ഭഗവാനും തെറ്റുപറ്റാമല്ലോ.
ഇത്രയും വണ്ണമുള്ള ആ വള്ളിയിൽ ഇത്രയും വലിപ്പമുള്ള മത്തങ്ങ കിടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് ഭഗവാന് തെറ്റ് പറ്റിയതായിരിക്കാം എന്ന്, ഭഗവാനായാലും തെറ്റ് പറ്റിക്കൂടെ, തെറ്റ് പറ്റാം എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഒരു വലിയ ആലിൻ്റെ കായ് ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തന്നെ പടോന്ന് വന്ന് വീണ് പൊട്ടിച്ചെതറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ തെറ്റ് പറ്റിയിട്ടില്ല, ഭഗവാന് തെറ്റ് പറ്റിയിട്ടില്ല. ഇതിൻ്റെ മേളിൽ ഇത്രയും വലിയ മത്തങ്ങയാണ് നിന്നിരുന്നതെങ്കിൽ അതിപ്പോൾ വന്ന് എൻ്റെ നെറ്റിയിൽ വീണിരുന്നെങ്കിൽ എൻ്റെ നെറ്റി പൊട്ടിത്തകർന്നേണ്. അപ്പോൾ ഈശ്വരന് തെറ്റ് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരന് തെറ്റ് പറ്റിയെന്നും. ഇല്ല, ഈശ്വരൻ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. എല്ലാ സൃഷ്ടികളും കൃത്യം ക്രമമായിട്ട് സഹജഭാവത്തിൽ. ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ തന്നിട്ടുള്ളല്ലോ, എൻ്റെ അടുത്ത വീട്ടിൽ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു. അവൻ്റെ വിചാരം അവൻ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അവൻ ഒരു 150 കേസുകളിൽ പെട്ട് കിടക്കുകയാണ്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന അവസ്ഥയിലാണ്. എങ്ങോട്ട് ഒളിച്ചു പോകണമെന്നുള്ള തരത്തിൽ നിലയില്ലാ കയത്തിലാണ് അവൻ കഴിയുന്നത്. അടുത്ത വീട്ടുകാരൻ വിചാരിക്കുന്നത് എന്താണ്, അവൻ എത്ര സുഖമായിട്ട് കഴിയുന്നു, വലിയ കൊട്ടാരം പോലത്തെ വീട്, എത്രയോ കാറുകൾ, സുന്ദരിയായ ഭാര്യ, മക്കൾ, ഇതെല്ലാം ഉണ്ടല്ലോ. അവൻ്റെ അവസ്ഥ അതാണ്. ഇവനോ ഇവിടെ സുഖം, ഒരു പ്രശ്നവുമില്ല, ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു, സുഖം, ഒരു പ്രശ്നവുമില്ല, എവിടെ കിടന്നാലും കിടന്ന് ഉറങ്ങാം. അതേ സമയത്ത് മറ്റവൻ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നാലും കിടന്നാലും അവൻ ഉറക്കമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവരവരുടെ കർമ്മഫലാനുസാരം, നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോരോ സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഈ വേദാന്തം കേൾക്കാൻ സാധിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ലോകത്ത് കിട്ടാവുന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ഇതിനപ്പുറത്ത് വേറെ അറിവില്ല. യജ്ഞാത്വാ നേഹ ഭൂയോ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഇനി അറിയേണ്ടതായിട്ട് വേറെ ഒന്നുമില്ല. അറിയാനുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു സ്ഥലത്ത് നിന്നും പുതിയതായിട്ടൊരറിവും കിട്ടുകയില്ല. നിങ്ങൾ എവിടെ പോയാലും ഇതിനപ്പുറമുള്ള ഒരറിവ് വേറെ ഒരിടത്തു നിന്നും കിട്ടുകയില്ല. അത് സ്വാമി പറയുന്നത് കൊണ്ട് മാത്രമല്ല, ഈ അറിവ് ആര് പറഞ്ഞാലും അത് തന്നെ. നിങ്ങൾ എവിടുന്ന് കേൾക്കുന്നു അതുകൊണ്ട് പറയുന്നു. ഈ അറിവ് നിങ്ങൾ എവിടുന്ന് കേട്ടാലും ആരിൽ നിന്ന് കേട്ടാലും അത് അറിവ് തന്നെയാണ്. അതിനപ്പുറം മറ്റൊരറിവില്ല. അതുകൊണ്ട് എവിടുന്നായാലും ഈ അറിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് നിരന്തരമായിട്ട് ഭാവന ചെയ്ത്, വിചാരം ചെയ്ത്, മനനം ചെയ്ത് അതിനെ നിങ്ങളുടെ സമ്പത്താക്കി മാറ്റണം, സ്വത്താക്കി മാറ്റണം. നിരന്തര വിചാരത്തിലൂടെ. അതാണ് മനനം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ വസ്തുവിനെക്കുറിച്ച് അദ്വൈതാനുഭൂതിയിലെ ഒരു മന്ത്രത്തിൽ നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിചാരം ചെയ്യാം. 27ാമത്തെ മന്ത്രം. നാനാവിധേഷു കുംഭേഷു വസത്യേകം നഭോ യഥാ നാനാവിധേഷു ദേഹേഷു തദ്വത് ഏകോ വസാമ്യഹം. നാനാവിധേഷു കുംഭേഷു, കുംഭം കുടം, നാനാവിധത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള കുടങ്ങളിൽ ഏതു പ്രകാരമാണോ ആകാശം ഒരുപോലെ ഇരിക്കുന്നത്, വസത്യേകം നഭോ യഥാ നാനാവിധേഷു കുംഭേഷു വസതി
ഏകം നഭോ യഥ, ഏകമായിട്ടുള്ള ആകാശം. വലിയ കുടമായാലും ശരി, ചെറിയ കുടമായാലും ശരി, പരന്ന കുടമായാലും ശരി, ഏത് തരത്തിലുള്ള പാത്രങ്ങളായാലും ശരി, ആ പാത്രങ്ങൾക്കകത്തിരിക്കുന്ന ആകാശം ഏകമായ ആകാശം, എങ്ങും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ നാനാവിധേഷു ദേഹേഷു, നാനാവിധത്തിലുള്ള ദേഹങ്ങളിൽ, ഇവിടെ തന്നെ ഇരിക്കുന്നു. സ്ത്രീ രൂപങ്ങളുണ്ട്, പുരുഷ രൂപങ്ങളുണ്ട്, പ്രായമായ രൂപങ്ങളുണ്ട്, പ്രായം കുറഞ്ഞ രൂപങ്ങളുണ്ട്, പല തരത്തിലുള്ള രൂപങ്ങളിലിരിക്കുന്ന ഈ ശരീരങ്ങളിൽ ഇരിക്കുന്ന ആ ആത്മചൈതന്യം ഏതുപോലെ, നാനാവിധത്തിലുള്ള കുടങ്ങളിലിരിക്കുന്ന ആകാശം ഏതുപോലെയാണോ ഒരേപോലെ ഇരിക്കുന്നത്, അതുപോലെ നാനാവിധത്തിലുള്ള ദേഹങ്ങളിൽ, അത് ഹിന്ദുവിൻ്റെ ദേഹമായാലും ശരി, ക്രിസ്ത്യാനിയുടെ ദേഹമായാലും ശരി, മുസൽമാൻ്റെ ദേഹമായാലും ശരി, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുടെ ദേഹമായാലും ശരി, അമേരിക്കക്കാരൻ്റെ ദേഹമായാലും ശരി, അന്റാർട്ടിക്കയിലുള്ളവൻ്റെ ദേഹമായാലും ശരി, എവിടെ ഉള്ളവനായാലും ശരി, എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം ഏകം. അതിനെയാണ് തിരിച്ചറിയേണ്ടത്. അതാണ് നമ്മൾ നേരത്തെ പല മന്ത്രങ്ങളിൽ കൂടിയും പറഞ്ഞിട്ടുള്ളത്. എന്താ? ഏകോ ദേവഃ, ശ്വേതാശ്വതരോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാദിവാസഃ സാക്ഷി ഛേദോ കേവലോ നിർഗുണശ്ച. ആ നിർഗുണസ്വരൂപം ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം. സാമവേദം ഏത് മഹാവാക്യമാണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, തത് ത്വമസി, അത് ആ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരൂപമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്ന ആ ആത്മചൈതന്യം എങ്ങനെയുള്ളതാണത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി. പിന്നെ സച്ചിദാനന്ദ സ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മാ. ആരുടെ ഉള്ളിലായില്ലാത്തത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പം അറിഞ്ഞിട്ടുണ്ട് സ്വാമി. കാരണം കേട്ട് കേട്ട് ചെറുതായിട്ട് അറിയുന്നുണ്ട്. ആ അറിവിനെ നിങ്ങൾ ഉറപ്പിക്കണം. ആ അറിവ് നിങ്ങൾ സ്വായത്തമാക്കണം. അതിൽ നിങ്ങൾ ബലം നേടണം. ഈട്ടിത്തടിയുടെ കറുപ്പ് ഏതു പ്രകാരമാണോ അനുസ്യൂതം വർദ്ധമാനമാകുന്നത്, അതുപോലെ ഈ അറിവ് നിങ്ങളുടെ ഉള്ളിലും കാതൽ വയ്ക്കണം, ബലപ്പെടണം. ആ അറിവിൽ നിങ്ങൾ ഉറയ്ക്കണം. അതാണ് മനനം. അതിനാണ് നിരന്തര വിചാരം. ഈ ഞായറാഴ്ച കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഇവിടെ വരുന്നത് വരെ നിങ്ങൾ ഒരു സമയം പോലും വേസ്റ്റാക്കാതെ നിരന്തരമായിട്ട് ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തണമെങ്കിൽ ആ വിചാരത്തിൽ നിങ്ങളെ നിലനിർത്തണം. അതിനാണ് ആ മന്ത്രജപം. സോഹം സഹ അഹം എന്ന് പറഞ്ഞാൽ എന്താ? ആ ആത്ത്, എന്നിലെ ആത്ത്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ഞാൻ നായരാണ്, ഈഴവനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, കുട്ടപ്പനാണ്, അച്ഛനാണ്, അമ്മയാണ്, ഭർത്താവാണ്. ഈ തരത്തിലല്ലേ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്? സ്വാമി അങ്ങനെ ഇരിക്കണ്ടേ? ഇരിക്കണം, ഇരുന്നോളൂ. ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ ഇരിപ്പ് നരകത്തിലുള്ള ഇരിപ്പാണ്. എവിടെയാണ് നരകമിരിക്കുന്നത്? ഇവിടെയാണ്. ഈ ഇരിപ്പിലാണ് നരകമിരിക്കുന്നത്. നരകവും സ്വർഗവും ഉണ്ടോ? ഉണ്ട്. ഈ ഇരിപ്പിലാണ് നരകമിരിക്കുന്നത്. സ്വർഗം എവിടെ? ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ ഇരിപ്പിൽ നിന്ന് നിങ്ങളെ വിടർത്തണം, ഉദ്ധരിപ്പിക്കണം. ഇതല്ല ഞാൻ,
ഈ ഇരിപ്പിലല്ല ഞാൻ ഇരിക്കേണ്ടത്, ഇതിനും അപ്പുറം ഈ ശരീരത്തിൽ ഈ ഇരിപ്പിനും ആധാരമായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിങ്ങൾ കേൾക്കുന്നത്. അതാണ് കേട്ട് കേട്ട് നിരന്തര വിചാരത്തിലൂടെ ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആ മന്ത്രജപം. എന്താ? ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം സോഹം. സ്വാമി, ഞാൻ നമഃശിവായ മന്ത്രമാണ് ജപിക്കുന്നത്, അത് മാറ്റണോ സ്വാമി? മാറ്റണ്ട. ആ നമഃശിവായ മന്ത്രം ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ദേവനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു നാമരൂപധാരിയെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? നിങ്ങൾ ചൊല്ലുന്ന നമഃശിവായ മന്ത്രം ഒരു നാമരൂപധാരിയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കാണ് പോകുന്നത്. നാമരൂപധാരി നശ്വരമാണ്. അത് ബ്രഹ്മാവായാലും വിഷ്ണുവായാലും ശിവനായാലും നശ്വരമാണ്. എന്തുകൊണ്ട്? നാമരൂപധാരി നശ്വരം. എന്താ അല്ലെന്നുണ്ടോ? ഏതിനെല്ലാമാണോ നാമവും രൂപവും ഉള്ളത് അതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഉണ്ടായിട്ടുള്ളതെല്ലാം നശിക്കും. ഏതെല്ലാം നാമരൂപങ്ങൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം നശിക്കുന്നതാണ്. അതിനെയാണ് നശ്വരമെന്ന് പറയുന്നത്. ഈ നാമരൂപധാരിയായിരിക്കുന്നതിൽ നാമരൂപരഹിതമായിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. ശിവനിലും ഉണ്ട്, വിഷ്ണുവിലും ഉണ്ട്, ബ്രഹ്മാവിലും ഉണ്ട്, എല്ലാ ദേവന്മാരിലും ഉണ്ട്. ആ ദേവന്മാർക്കൊക്കെയും മുക്തി വേണമെങ്കിൽ ആ ദേവന്മാർ അവരുടെ സ്ഥാനം വിട്ട് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് വന്ന് ഈ അറിവ് നേടി ആ അറിവിലേക്ക് ഉയർന്ന് ഈ നാമരൂപധാരിയായ ശിവനല്ല ഞാൻ, ഈ ശിവൻ്റെ അകത്തിരിക്കുന്ന ശിവം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് അവർക്കും മോക്ഷം കിട്ടുന്നത്. അവർക്കൊക്കെ ചെയ്തിട്ടുള്ള കർമ്മഫലാനുസാരം ഓരോരോ സ്ഥാനമാനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ വെറുതെ ഇരുന്ന ഒരു ആൾ മന്ത്രിയായി, ഒരു MLA MP ആയിട്ട് മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് വെറുതെ ഇരുന്ന ഒരു ചിന്തയും ഇല്ലാതിരുന്നയാൾ മന്ത്രിയായിട്ട് മാറി. എന്താ? കേളു അല്ലേ? കേളു അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്? മന്ത്രിയായിട്ട് മാറി. അദ്ദേഹം വിചാരിച്ചിട്ടേ ഇല്ല മന്ത്രിയാകണമെന്ന്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം 1500 പേര് മരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവിടെ അടുത്തെങ്ങാണ്ട് അങ്കമാലിയിലെങ്ങാണ്ട് ഒരു സംഭവം നടന്നു. ഒരു സ്കൂൾ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് 17 കുട്ടികളുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ബസ്സിൽ നിന്ന്, ആ വാനിൽ നിന്ന് പുക ഇളകുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവർ ഉടനെ തന്നെ വണ്ടി നിർത്തി എല്ലാ കുട്ടികളെയും പുറത്തിറങ്ങാൻ പറഞ്ഞ് അടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി നിർത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടി മൊത്തത്തിൽ നിന്ന് കത്തുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ വണ്ടി നിന്ന് കത്തി 17 കുട്ടികളും രക്ഷപ്പെട്ടു. എന്താ? സമയമായിട്ടില്ല. ആ കുട്ടികളുടെ സമയമായിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം കർമ്മഫലാനുസാരം സംഭവിക്കുന്നതാണ്. അതിലാർക്കും ഒരു കൈകടത്തലും ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ജീവൻ
ഏത് നിമിഷവും പിരിയുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങളറിയാതിരിക്കുന്ന ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിർത്തത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ നിങ്ങളിൽ ഉണ്ടാക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. വേറെ ഒരാളിനും ഇത് ചെയ്തു തരാൻ കഴിയുകയില്ല, പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കൂ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങൾ തന്നെ നിങ്ങളിൽ ആ ഉദ്ധാരണം നടത്തണം. അതിന് വലിയ ശ്രമമൊന്നുമില്ല, അതിന് JCB ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ഉദ്ധരിപ്പിക്കാനായിട്ട്. ഭാവം മാത്രം മതി. യദ്ഭാവോ തദ്ഭവതു. ഞാൻ ഈ നിമിഷം മുതൽ ഇതല്ല ഇതിനകത്തിരിക്കുന്ന ആത്ത്. തീർന്നു. ആ ഭാവത്തിൽ നിന്ന് നിങ്ങളെ താഴോട്ടിറക്കരുത്. സദാ ഏതവസ്ഥയിലും ഏത് ഭാവത്തിലും എങ്ങോട്ട് പോകുമ്പോഴും ഇല്ലേ, കുട്ടികൾ ഞാൻ എപ്പോഴും പറയാറില്ലേ ഉദാഹരണം, ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ റോഡിൽ കൂടി നടന്നു പോകുന്ന അവസരത്തിലും അവർ ഇങ്ങനെ മുദ്ര കാണിച്ച് പോകുന്നത് കാണാം. എന്തുകൊണ്ട്? അടുത്ത ദിവസം ചെല്ലുമ്പോൾ കളിക്കാനുള്ളതാണ്, കളിച്ച് കാണിക്കേണ്ടതാണ്. അതുകൊണ്ടത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തുമൊക്കെ ആ മുദ്രകൾ കാണിച്ചുകൊണ്ട് നടക്കും. അതുപോലെ തന്നെ സംഗീതജ്ഞർ, സംഗീതം പഠിക്കുന്ന കുട്ടികൾ എവിടെ പോയാലും എപ്പോഴും നിന്നാലും അത് മൂളിക്കൊണ്ടേയിരിക്കും. സംഗീതം ഇങ്ങനെ ഉള്ളിൽ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങളും ഈ കേൾക്കുന്ന കാര്യത്തെ ബോധിച്ച് ഞാൻ അതാണ് എന്ന് ബോധിച്ച് അതാകേണ്ട നിലയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ട് നിരന്തര വിചാരം. യദ്ഭാവോ തദ്ഭവതു. ഏത് ഭാവമാണോ നിങ്ങളിലുള്ളത് ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞ് ഈ സമയം എത്ര സമയമാണ് നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ നിങ്ങൾ എത്ര സമയമാണ് പാഴാക്കി കളയുന്നത്? അയ്യോ സ്വാമി, ചിന്തിച്ച അന്തമില്ല. മൊത്തം പാഴാക്കലാണ്. ആലോചിച്ച് നോക്കൂ, എത്ര സമയമാണ് നിങ്ങൾ വെറുതെ പാഴാക്കി കളയുന്നത്? ആ സമയം മുഴുവനും നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉയർത്തണം, നിങ്ങളെ സമർപ്പിക്കണം. അവർക്ക് മാത്രമേ ഉയരാൻ കഴിയൂ. കഠോപനിഷത്തിൽ പറയുന്നില്ലേ, ന അയമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യ. ഏതൊരാളാണോ തന്നെ അതിനു വേണ്ടി സമർപ്പിക്കുന്നത്, അതിനെ വരിക്കുന്നത്, എങ്ങനെ വരണം? ഞാൻ ഇതല്ല, ഇനി മുതൽ ഞാൻ അതാണ്. ഓക്കെ, അതാണ് വരിക്കൽ. ഇനി മുതൽ ഞാൻ ഇതല്ല, ഈ നാമരൂപധാരിയായ ഗോമതിയല്ല, ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയെ വരിക്കണം, സ്വീകരിക്കണം. അതാണ് യമേവൈഷ വൃണുതേ തേന ലഭ്യ. അവന് മാത്രമേ കിട്ടൂ. ഈ അറിവ് നില, ഈ ബോധനില, ഈ ഭാവനില കാശ് കൊടുത്താലൊന്നും കിട്ടുന്നതല്ല. സ്വാമിമാരുടെ പുറകെ നടന്നാലൊന്നും കിട്ടുന്നതല്ല. സ്വാമിമാരുടെ തുണി കഴുകി കൊടുത്താലൊന്നും കിട്ടുന്നതല്ല. സ്വാമിമാർക്കോ ഗുരുക്കന്മാർക്കോ സേവ ചെയ്താലും കിട്ടുന്നതല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കണം. എന്നാൽ മിടുക്കന്മാരായ ഗുരുക്കന്മാരുണ്ട്, അവർക്ക് ശിഷ്യനത് പകർന്നു കൊടുക്കാൻ സാധിക്കും. നമ്മൾ കഹോടൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. വലിയ മിടുക്കനൊന്നുമല്ലാത്ത കഹോടന് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ഉദ്ദാലക ആരുണി തൻ്റെ ശിഷ്യൻ്റെ ആ സേവന വ്യഗ്രത, തൽപരത കണ്ട് പ്രസാദിച്ച് ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിലൂടെ എല്ലാ ജ്ഞാനവും പകർന്നു നൽകി സാധിക്കും.
ഗുരുവിന് അങ്ങനെ പകർന്നു നൽകാനുള്ള വൈഭവം ഉണ്ട്. ഗുരു ആണെങ്കിൽ. കുരു ആണെങ്കിൽ പറ്റില്ല, ഗു ആയിരിക്കണം. ഗുകാരസ്തു അന്ധകാരക സ്യാത് രുകാരസ്ഥൻ നിരോധക അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുരു ശിഷ്യൻ്റെ ഉള്ളിലുള്ള ആ അന്ധകാരത്തെ മാറ്റിത്തരുന്നയാളാണ് ഗുരു. ഇവിടെയും നടക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ അന്ധകാരത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താ അന്ധകാരം? ഞാൻ ഗോമതിയാണ്, ഞാൻ കുട്ടപ്പനാണ്, ഞാൻ നായരാണ്, ഈഴവനാണ്, ഈ തരത്തിലുള്ള ഭാവനയോടുകൂടി ഇരിക്കുന്നതാണ് ഓരോരുത്തരിലുമുള്ള അന്ധകാരം, ഇരുട്ട്. അത് മാറ്റിത്തരുന്നത് എങ്ങനെയാണ്? ഈ നാമരൂപധാരിയായ നിന്നിലെ നീ അല്ല, നിന്നിലെ യഥാർത്ഥ ഞാൻ, ആ നിന്നെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്നിലെ താൻ, എന്നിലെ ഞാനും എന്നിലെ താനും, ഞാനും താനും രണ്ടെണ്ണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഞാനും താനും. ഞാനാണ് ഈ അഭിമാനിയായിട്ട് നടക്കുന്നത്, കർത്തൃത്വാഭിമാനിയായിട്ടും ഭോക്തൃത്വാഭിമാനിയായിട്ടും നടക്കുന്നത് നിങ്ങളിലെ ഞാൻ. നായരായിട്ടും ഈഴവനായിട്ടും ഭർത്താവായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഇരിക്കുന്നത് നിങ്ങളിലെ ഞാൻ. എന്നാൽ നിങ്ങളിലെ താൻ ആ ഞാനിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സദാ സാക്ഷി സ്വരൂപനായിട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ വേദാന്ത ഡിണ്ടിമം? ദേഹോനാഹം അഹം ദേഹി, ദേഹോനാഹം അഹം ദേഹി ദേഹസാക്ഷീതി നിശ്ചയാത്. ഈ ദേഹത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ജന്മമൃത്യു പ്രവീണോഹം. ആ ബോധത്തിലേക്ക് നിങ്ങളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഉയർത്താനായിട്ട് ആരുടെയും സഹായമൊന്നും വേണ്ട, വേറെ ആരുടെയും കൃപ ഒന്നും വേണ്ട. നിങ്ങൾ ഇതിനെ മനസ്സിലാക്കി ഞാൻ അതാണ് എന്ന് ബോധിച്ച് 24 മണിക്കൂറും നിങ്ങളുടെ ശ്രദ്ധ ആ ഭാവത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറയാം, ജന്മമൃത്യു പ്രവീണോ അഹം. ജന്മമൃത്യുവിൽ നിന്ന് ഞാൻ അകലെയാണ്, അതിനെയെല്ലാം ഞാൻ കളഞ്ഞവനാണ്, അതൊന്നും എന്നെ ബാധിക്കുകയില്ല, എന്നിൽ ഇനി ജന്മമൃത്യു ഇല്ല. കാരണം എന്താ? ഞാൻ ജനിക്കുകയുമില്ല മരിക്കുകയുമില്ല. കാരണം എന്താ? ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ഒരിക്കലും മരണമില്ലാത്ത ആ വസ്തുവാണ് നിങ്ങളിലെ താൻ, ആ സാക്ഷി ചൈതന്യം, നിങ്ങളിലെ ദേഹി. അത് ഹിന്ദുവിലെ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയിലെ ക്രിസ്ത്യാനിയല്ല, മുസൽമാനിലെ മുസൽമാനുമല്ല. അത് ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. അതാണ് ബ്രഹ്മ. എന്തുകൊണ്ടാണ് ബ്രഹ്മമെന്ന് പറയുന്നത്? ബൃഹശ്ച ബ്രഹ്മ, ബൃഹത്തായിരിക്കുന്നത് കൊണ്ട്. ഈ ശരീരത്തിനകത്ത് ഉപാധി സഹിതമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ആത്മാവ് എന്ന് പറയുന്നത്. ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്നു. മറ്റത് നിരുപാധികം, നിരുപാധിക ചൈതന്യം ബ്രഹ്മം. ആത്മാവ് സോപാധിക ചൈതന്യം, ഉപാധിയോടുകൂടിയത്, ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നിങ്ങൾ ജീവാത്മാവ് എന്ന് പറയുന്നു. എന്നാൽ ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്. ജീവാത്മാവ് നമ്മൾ സ്കന്ദോപനിഷത്തിലൊക്കെ പറയുന്നില്ലേ, ജീവയേവ ശിവ, ശിവയേവ ജീവ, ദേഹോ ദേവാലയ പ്രോക്ത, ജീവോ ദേവ സദാശിവ. ജീവൻ ആ സദാശിവൻ തന്നെയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ, ശിവം. മറ്റേ പാമ്പൊക്കെ ഇട്ട് നടക്കുന്ന പാർട്ടിയല്ല, ഓർമ്മ വേണം. നാട്ട് ശിവൻ, ശിവം, മംഗളസ്വരൂപം. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ശങ്കരാചാര്യ സ്വാമികളുടെ ഉള്ളിലും ഏത് അവധൂതൻ്റെ ഉള്ളിലും എത്ര വലിയ ദിവ്യന്മാരുടെ ഉള്ളിലും ഇരിക്കുന്ന ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. പട്ടിയിലും പൂച്ചയിലും ഒക്കെ ഇരിക്കുന്നത് തന്നെയാണ്. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനും ഒക്കെ ഇരിക്കുന്നത് അതാണ്. ഈ അറിവൊന്നും അവർക്കില്ല. ഈ അറിവില്ലാത്തടത്തോളം കാലം ഒരുത്തർക്കും മുക്തി കിട്ടുകയില്ല.
അപ്പം മറ്റുള്ളവർക്ക് മുക്തി കിട്ടില്ലേ സ്വാമി? എവിടെ കിട്ടും? എങ്ങനെ കിട്ടും? പറയണം, പറഞ്ഞു തരണം. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ അറിവുണ്ടോ? ഏതെങ്കിലും ദേവൻ പ്രസാദിച്ച് നിങ്ങളെ മുക്തനാക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദേവനും മുക്തനാക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് ദേവനെ പിടിച്ചുകൊണ്ട് നടന്നാലും ആ ദേവനൊന്നും നിങ്ങളെ മുക്തനാക്കാൻ കഴിയുകയില്ല. മുക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? മുക്തി നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം ആർജിച്ചെടുക്കണം. കാരണം എന്താ? നിങ്ങൾ ഇപ്പോഴും മുക്താവസ്ഥയിലിരുന്നിട്ടും നിങ്ങൾ ബദ്ധാവസ്ഥയിലാണ് കഴിയുന്നത്. നിങ്ങളിപ്പോഴും മുക്താവസ്ഥയിലാണ്. ഇതങ്ങോട്ട് അറിഞ്ഞാൽ നിങ്ങൾ മുക്തൻ. ഈ ദേഹമല്ല ഞാൻ, ദേഹത്തിലിരിക്കുന്ന ദേഹിയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ അറിഞ്ഞ് ആ നിലയിലേക്ക് നിങ്ങൾ ഉയർന്നാൽ നിങ്ങൾ മുക്തൻ. എന്താ സംശയമുണ്ടോ കാര്യത്തിൽ? ഇത്രയേ ഉള്ളൂ ആധ്യാത്മികത. എല്ലാവർക്കും ആകാവുന്നതാണ്, പക്ഷേ ആർക്കും വേണ്ട. ആർക്കും വേണ്ട. അതിലേക്ക് നിങ്ങൾക്ക് രുചി ഉണ്ടാകുന്നില്ല, താല്പര്യമുണ്ടാകുന്നില്ല. കാരണം എന്താ? ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ വാരി വിതറിയിട്ടില്ല ഈ അറിവ്. നിങ്ങൾ ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ പോയാൽ എന്തൊക്കെയോ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഈ അറിവ് നിങ്ങൾക്ക് വാരി വിതറി തരുന്നുണ്ടോ? നിങ്ങളവിടെയെല്ലാം കേൾക്കുന്നുണ്ട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ. അവിടെയൊക്കെ ഇതാണ് വാരി വിതറേണ്ടത്. ഇത് വളരെ ലളിതമാണ്. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഒരുത്തരെ ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ അവരത് ചെയ്യുന്നില്ല. വളരെ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്, വളരെ ഗോപ്യമാക്കി വച്ചിരിക്കുകയാണ്. ഇതെല്ലാവരും അറിയേണ്ടതല്ല എന്നൊക്കെ ഉള്ള ഭാവത്തിലാണ് ചിലരുടെയൊക്കെ നടപ്പും ഭാവങ്ങളുമൊക്കെ. അങ്ങനല്ല, ഇത് വാരി വിതറേണ്ടതാണ്. ഉപനിഷത്തിൽ വാരി വിതറിയിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1180 ഉപനിഷത്തുകൾ. ഋഗ്വേദത്തിന് 21 ശാഖകൾ, യജുർവേദത്തിന് 109 ശാഖകൾ, സാമവേദത്തിന് 1000 ശാഖകൾ, അഥർവവേദത്തിന് 50 ശാഖകൾ. അങ്ങനെ നാലിനും കൂടി 1180 ശാഖകൾ. ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്ത്. അങ്ങനെ 1180 ഉപനിഷത്തുകളുണ്ട്. ഈ ഉപനിഷത്തുകളിലെല്ലാം ഉള്ളത് ഇതാണ്, വാരി വിതറിയിട്ടുള്ളത്. എന്നാൽ എല്ലാത്തിലുമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം അന്തർലീനമായിട്ടുണ്ട്. ചില ഉപനിഷത്തുകൾ കർമ്മപരങ്ങളാണ്, ചിലത് ജ്ഞാനപരങ്ങളാണ്, ചിലത് ഭക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്, ചിലത് യോഗതരത്തിലുള്ളത്, യോഗഭാവത്തിലുള്ളതാണ്. അങ്ങനെ ആ നിലയ്ക്ക് അവയിലെ കാര്യങ്ങൾ അവ പ്രതിപാദിക്കുന്നതോടൊപ്പം അവയിൽ ഇത് അന്തർലീനമായിട്ടുണ്ട്. എങ്കിലും എല്ലാത്തിലും ഇത് അന്തർലീനമാണ്. ഏതാണ്ട് 33ഓളം ഉപനിഷത്തുകൾ ജ്ഞാനോപനിഷത്തുകളായിട്ട് മാത്രം ഉണ്ട്. വളരെയധികം ഉപനിഷത്തുകൾ നോക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സംസ്കൃതമൊക്കെ അറിഞ്ഞിട്ടല്ല, ഇതൊക്കെ ഇല്ല സിനിമാ പോസ്റ്ററൊക്കെ നോക്കിയിട്ട് തമിഴൊക്കെ പഠിച്ചതുപോലെ. എല്ലാവർക്കും എല്ലാം കിട്ടിയെന്ന് വരില്ല. എന്നാൽ അതൊക്കെ നേടാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നേടാൻ കഴിയും. ഗുരുവിൻ്റെ മുമ്പിലിരുന്ന് തന്നെ വെറ്റിലേക്ക് ദക്ഷിണ വെച്ച് പഠിച്ചാലേ ആകൂ ഒന്നുമില്ല. ഞാൻ തമിഴൊക്കെ പഠിച്ചത് വാൾ പോസ്റ്റർ നോക്കിയാണ്. അതുകൊണ്ട് എനിക്കെന്ത് പറ്റി? ഓഷോയുടെ ആ ഗീതാദർശനം 18 അധ്യായങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓഷോയുടെ പുസ്തകം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓഷോ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ദീർഘദൂരത്തിലുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയെ ബുദ്ധൻ കാണാനിടയായി. അപ്പോൾ
ആ കുട്ടി ബുദ്ധൻ്റെ നേർക്ക് തിരിഞ്ഞ്, ഭഗവാനെ അങ്ങയെ കണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഈ ചോറുമായിട്ട് പോവുകയാണ്, എൻ്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ഉടനെ തന്നെ എത്താം, ഞാൻ വന്നിട്ടേ അങ്ങ് പ്രഭാഷണം നടത്താവൂ എന്ന് ആ കുട്ടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. കാരണം ഈ കുട്ടിക്ക് 4 വയസ്സായിരുന്നപ്പോഴാണ് ബുദ്ധൻ എന്നുള്ള നാമം ആ കുട്ടിയുടെ കാതിൽ അലയടിച്ചത്, കേട്ടത്. അന്നു മുതൽ ആ കുട്ടി ആ ബുദ്ധനെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ മനസ്സ് നോറ്റിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിക്ക് 14 വയസ്സായി. 10 വർഷം കാത്തിരുന്നു. ബുദ്ധനോട് പറഞ്ഞു, ഞാൻ 10 വർഷമായിട്ട് അങ്ങയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഭഗവാനെ ഞാൻ ഉടനെ എത്താം, ഈ ചോറ് അച്ഛന് കൊടുത്തിട്ട് ഉടനെ എത്താം, ഞാൻ വന്നിട്ടേ അങ്ങ് സംസാരിക്കാവൂ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കുട്ടി പറയുകയും ഒറ്റ ഓട്ടം ഓടുകയും ചെയ്തു. ബുദ്ധൻ പോയി അദ്ദേഹം പ്രഭാഷണം നടത്തേണ്ട സ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും സന്നിഹിതരായിട്ടുണ്ട്. ബുദ്ധൻ്റെ സീറ്റിൽ അദ്ദേഹം ഉപവിഷ്ടനായി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രഭാഷണം തുടങ്ങാത്തത്? ബുദ്ധൻ പുറകോട്ട് നോക്കുന്നുണ്ട് കൂടെ. ആ കുട്ടി വരുന്നുണ്ടോ എന്ന്. ആളുകൾക്ക് മുറുമുറുപ്പ് തുടങ്ങി. ഒരാൾ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എത്തി, ഇനി ഈ ഗ്രാമത്തിൽ ആരും വരാനില്ല, സർവ്വ ആളുകളും എത്തിയിരിക്കുന്നു, വിശിഷ്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും എത്തിക്കഴിഞ്ഞ് ഇനി ആരും വരാനില്ല. അപ്പോഴും ബുദ്ധൻ വെളിയിലേക്ക് നോക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ എത്തിയിട്ടില്ല, ബുദ്ധൻ പറഞ്ഞു. ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇവിടെ എത്തിയിട്ടുള്ളത് ആ ആൾ എത്തിയിട്ടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ആ കുട്ടി ഓടി വന്ന് ബുദ്ധൻ്റെ കാൽക്കൽ വണങ്ങി. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങയെ ഞാൻ എൻ്റെ 4 വയസ്സിലാണ് അങ്ങയുടെ നാമം കേട്ടത്. അന്നു മുതൽ ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 14 വയസ്സായി. ഇരിക്കൂ. ബുദ്ധൻ പ്രഭാഷണം നടത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്നെ അങ്ങ് ദീക്ഷിതയാക്കണം. ബുദ്ധൻ എല്ലാവരെയും ഒന്ന് നോക്കി. ഒരാളും ഈ ആവശ്യം ഉന്നയിച്ചില്ല. ഈ കുട്ടി മാത്രമാണ് എന്നെ ദീക്ഷിതയാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇവിടെ ഞാൻ വരണമെങ്കിൽ എനിക്കെപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കണം. ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്, എനിക്കിവിടെ വരണമെങ്കിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നീ എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടായിക്കോളൂ എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ബുദ്ധൻ കൂട്ടിക്കൊണ്ടു പോയിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധൻ അനുഗ്രഹം കൊടുത്തിരിക്കാം. ബുദ്ധൻ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതി ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ബുദ്ധൻ്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ ഇല്ലായിരുന്നു, സ്ത്രീകൾക്ക് ദീക്ഷ കൊടുത്തിട്ടില്ലായിരുന്നു. ആകെ അതിന് മാറ്റം വന്നത് ബുദ്ധൻ്റെ വളർത്തമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ. 12 കൊല്ലം കഴിഞ്ഞ് ബുദ്ധൻ സന്യാസം സ്വീകരിച്ചതിന് ശേഷം, സന്യാസമല്ല, ബുദ്ധൻ സാക്ഷാത്കാരം നേടിയതിന് ശേഷം കൊട്ടാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് ഭത്സിച്ചു ബുദ്ധനെ, ദേഷ്യം. കാരണം ആ ശുദ്ധോദന മഹാരാജാവിൻ്റെ ഒരേ ഒരു മകൻ, കിരീടാവകാശി, രാജ്യാവകാശി, അനന്തരാവകാശി, ആ മകനാണ് കൊട്ടാരവും രാജ്യാവകാശവും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ആ ശുദ്ധോദന മഹാരാജാവിൻ്റെ ദേഷ്യം മുഴുവനും അദ്ദേഹം അവിടെ വെച്ച് പ്രകടിപ്പിച്ചു. എല്ലാം അരമണിക്കൂർ സമയം അട്ടഹസിച്ചു അച്ഛൻ. എല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അങ്ങ് ആരോടാണോ ഇതുവരെ സംസാരിച്ചത് ആ ആൾ ഇവിടെ ഇല്ല. അങ്ങ് ആരെ ഉദ്ദേശിച്ചാണോ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ആൾ ഇവിടെ ഇല്ല. ആ സിദ്ധാർത്ഥനല്ല ഇവിടെ നിൽക്കുന്നത്. ഇത് സാക്ഷാത്കാരം നേടിയ ബുദ്ധൻ. ഇത് കേട്ടപ്പോൾ എൻ്റെ ദേഷ്യം കൊണ്ട്
എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അറിയാതെ ഇതെല്ലാം പറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർത്തമ്മ അങ്ങോട്ട് വന്നു. വളർത്തമ്മ അങ്ങോട്ട് വന്ന് എനിക്ക് ദീക്ഷ തരണം എന്നാവശ്യപ്പെട്ടു. ദീക്ഷ തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതുവരെ ആർക്കും ദീക്ഷ കൊടുത്തിട്ടില്ല, സ്ത്രീകൾക്ക്. ബുദ്ധൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയുണ്ടായി. ആ അമ്മയുടെ അനുജത്തിയാണ് ഈ ബുദ്ധനെ എടുത്തു സിദ്ധാർത്ഥൻ അല്ലേ, സിദ്ധാർത്ഥനെ എടുത്തു വളർത്തി ഈ പരുവത്ത് കൊട്ടാരം വിടുന്നതുവരെ ഉള്ള പരുവത്തിലേക്ക് വളർത്തിയെടുത്തത് ചിറ്റമ്മയാണ്. ആ ചിറ്റമ്മയാണ് ദീക്ഷിതയാക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ബുദ്ധന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ട് അദ്ദേഹം ദീക്ഷ കൊടുത്തു. ദീക്ഷ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ്? എൻ്റെ മതം ഒരു 5000-6000 കൊല്ലം നീണ്ടു നിൽക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അത് വളരെ കുറഞ്ഞ കാലമേ നിലനിൽക്കൂ, കാരണം ഞാൻ സ്ത്രീക്ക് ദീക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ബുദ്ധനോട് എനിക്ക് യോജിപ്പില്ല. എന്താ സ്ത്രീക്ക് ദീക്ഷ കൊടുത്താൽ? സ്ത്രീക്കും പുരുഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം സ്ത്രീയുമല്ല പുരുഷനുമല്ല, അതിനെയാണ് പ്രാപിക്കേണ്ടത്. അതിന് സ്ത്രീക്ക് അവസരം നിഷേധിക്കുന്നത് ബുദ്ധൻ ചെയ്ത തെറ്റാണ്. അറിവില്ലായ്മ എന്ന് പറയുന്നില്ല, പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടെ ഉള്ളിലിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ആ സാക്ഷി ചൈതന്യത്തിലേക്ക് ഉയരാനുള്ള പണിയാണ് ബുദ്ധനും അതിലേക്കല്ലേ ഉണർന്നത്, ബുദ്ധനും അതിലേക്കല്ലേ ഉയർന്നത്. 7 വർഷക്കാലം അദ്ദേഹം അതികഠിനമായ പീഡാനുഭവങ്ങൾ നടത്തിയിട്ടില്ലേ, ശാരീരിക പീഡനങ്ങൾ നടത്തിയിട്ടില്ലേ? അതാണ് സാധന എന്ന് വിചാരിച്ച് 7 വർഷക്കാലം അതികഠിനമായ സാധന ബുദ്ധൻ അനുഷ്ഠിച്ചു. അതുകൊണ്ടൊന്നും കിട്ടുകയില്ല. അപ്പോഴാണ് ഒരു സന്യാസി പറഞ്ഞത്, ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചാൽ നിനക്ക് ഇവിടുന്ന് സാക്ഷാത്കാരം കിട്ടുന്നത്? നീ എല്ലാം കളഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി മിണ്ടാതിരിക്കേ. അത് കേട്ടതിന് ശേഷമാണ് ബുദ്ധൻ തൊട്ടടുത്തുള്ള ഗയയ്ക്ക് തൊട്ടടുത്തുള്ള നദിയിൽ ഇറങ്ങി കുളിച്ച് ആ വൃക്ഷത്തിൻ്റെ മൂട്ടിൽ വന്നിരുന്നത്. ഇനി ആ സാക്ഷാത്കാരാനുഭവം കിട്ടാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുകയില്ല. ആ ഇരിപ്പിലിരുന്നാണ് ബുദ്ധന് സാക്ഷാത്കാരം കിട്ടിയത്. തന്നിലേക്ക് ഉയർന്നു, തന്നിലെ ഞാനിനെ വിട്ട് തന്നിലെ താനിലേക്ക് ഉയർന്നു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങളാൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളിലെ താൻ, അതിനെ നിങ്ങൾ ഉണർത്തിയെടുക്കേണ്ട കാര്യങ്ങൾ. അത് ഉണർന്നിരിക്കുകയാണ്, നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇതെത്രാമത്തെ മനുഷ്യജന്മമാണെന്നറിയാമോ? 432. 431 പ്രാവശ്യം മനുഷ്യ ശരീരം കഴിഞ്ഞു. ഇപ്പോഴും 432ാമത്തെ അവസരം കിട്ടിയിരിക്കുന്നു. ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ യഥാർത്ഥ സ്വരൂപത്തെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിട്ടില്ല. എന്താ മനസ്സുണ്ടാകാത്തതിന് കാരണം? അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതാണ് കേനോപനിഷത്ത് പറയുന്നത്, ശ്രവണായപി ബഹുബിർ യോ ന ലഭ്യഃ. കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആധ്യാത്മിക നമ്മൾ സമ്മേളനങ്ങൾക്കൊക്കെ പോയിട്ട് നമ്മളിത് കേൾക്കുന്നില്ല, ഇത് പറഞ്ഞു തരുന്നില്ല. ഇതിലേക്കാണ് ഉയരേണ്ടത് എന്ന് അടിച്ച് ബോധിപ്പിക്കുന്നില്ല. അവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? മറ്റു പല കാര്യങ്ങൾ, ഭക്തി സമ്പ്രദായമായ കാര്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ആണ് അവിടെയൊക്കെ ചെയ്യുന്നത്.
സത്യം. ഇത് കുറ്റം പറയുന്നതല്ല, സത്യം പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം അവർ ഇതും പറയുന്നുണ്ടാവും. പക്ഷേ അത് വളരെ പതുക്കെ സോഫ്റ്റായിട്ട് അതങ്ങോട്ട് എത്തണ്ട. കാരണം അതങ്ങോട്ട് എത്തി അങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഭക്ത എന്നുള്ള തരത്തിൽ നമുക്ക് കിട്ടില്ല. അവർ ജ്ഞാനമാർഗത്തിലേക്ക് തിരിഞ്ഞു കളയും. ജ്ഞാനമാർഗത്തിലേക്ക് തിരിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ ഉരുളി ശൂന്യമായി പോകും. അല്ലേ? ഇതിൻ്റെ പിന്നിൽ പല അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തെ പ്രിയമുള്ളവരെ നിങ്ങൾ ഒരുത്തരും പാഴാക്കാതെ ഈ നിമിഷം തന്നെ നിങ്ങളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്ന ആ താൻ ഭാവത്തിലേക്ക് നിങ്ങളെ സദാ ഉയർത്തിക്കൊണ്ടിരിക്കുക. സോഹം സോഹം സോഹം, അല്ലെങ്കിൽ ശിവോഹം ശിവോഹം ശിവോഹം. ബാക്കി എല്ലാ മന്ത്രങ്ങളും ഉപേക്ഷിക്കുക. ഒന്നുകൊണ്ടും മോക്ഷം കിട്ടുകയില്ല. ഇതുകൊണ്ട് മാത്രമേ മോക്ഷം കിട്ടൂ. മന്ത്രം ജപിച്ചാലേ മോക്ഷം കിട്ടുമോ സ്വാമി? ഇല്ല. ഈ മന്ത്രവും ജപിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കേൾക്കുന്നതിലൂടെ ആ അറിവ് നിങ്ങളിൽ നൈരന്തര്യമാക്കി തീർക്കാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെയും ആവശ്യമില്ല. ഞാൻ അതാണ്, ഐ എം ദാറ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക. അതായിട്ടിരിക്കുക. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം സർവ്വഗുരുക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.